ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സിമ്പിളായിട്ട് എളുപ്പത്തിലൊരു പായസം. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ പെട്ടെന്ന് എനിക്ക് പായസം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ അതിനൊട്ട് സമയമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിവിടെ കറി വയ്ക്കാൻ വേണ്ടി പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ പരിപ്പിൽ നിന്ന് ഒരു 2 സ്പൂൺ പരിപ്പ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അമൂലിയുടെ പാൽപ്പൊടി, അതിലൽപ്പം ബദാം കൂടി കലക്കിയിട്ടുണ്ട്. ഈ ബദാം ഒന്നും ഇതിൽ മസ്റ്റേ അല്ല, ഞാൻ സാധാരണ ചേർത്താറില്ല, എന്ന് ചേർത്തതേ ഉള്ളൂ. അതും കൂടി ഇതിനോടുകൂടി ചേർത്തി കൊടുക്കാം. നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട ശർക്കര ഞാൻ ഏലക്കായ പൊടിക്കുന്ന സമയത്ത് അതിൽ ലേശം പഞ്ചസാര ചേർത്തിരുന്നു. പിന്നെ ശർക്കര ഒരച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടാ. ഒരച്ച് ശർക്കര എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി ശർക്കരയെ വേണ്ടു. മധുരം എത്ര കണ്ട് വേണോ അതിനനുസരിച്ചിട്ട് ഞാൻ അതിനൊന്ന് പൊടിച്ചെടുത്താണ്, മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്താണ് ശർക്കര. അതുകൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എളുപ്പത്തിൽ പായസം തയ്യാറാക്കാം. കുട്ടികൾക്ക് 2-3 മിനിറ്റ് മതി കറി വെക്കണതിൻ്റെ ഇടയിൽ. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. നെയ്യൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന നെയ്യാണ്. പിന്നെ ഇവിടെ 1/2 ടീസ്പൂൺ ഏലക്കായ. നമ്മുടെ സൂപ്പർ പായസം, പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. ഇതിന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. കുട്ടികൾക്ക് മാത്രമല്ല, അത് മുതിർന്നവർക്കും കഴിക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.